ഹായ് ഫ്രണ്ട്സ്, മോമിസ് കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ്. കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ നമുക്ക് തൊലി കളഞ്ഞിട്ട് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി വലുതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ആപ്പിൾ എടുക്കുമ്പോൾ അത് കുറച്ച് നേരം ഒരു ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് വെച്ച് ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷം മാത്രം വേണമെങ്കിൽ തൊലി കളയാതെ നമുക്ക് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കാരണം ഇപ്പോഴുള്ള എല്ലാ ആപ്പിളിൻ്റെ ഉള്ളിൽ കൂടുതലും വാക്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെക്കുന്നത്. നമുക്കറിയാം, ആപ്പിൾ നമ്മൾ കൂടുതലായി കഴിക്കുമ്പോൾ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ദഹനത്തെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുടലിൽ നല്ല ബാക്ടീരിയസിനെ ഒത്തൊക്കെ വളർത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയാണെങ്കിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടുതലായിട്ട് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ടാണ്. ആപ്പിളിൽ കൂടുതലായിട്ടും ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്, നാരുകൾ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹൃദയത്തിന് കൂടുതൽ സംരക്ഷണം നൽകാനായിട്ട് സഹായിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഓരോ കഷ്ണങ്ങളാക്കി ഇപ്പോൾ ഞാനത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാറിലെടുത്തേക്കുവാണ്. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം. പഞ്ചസാര ഇവിടെ ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഞാനിവിടെ ഇപ്പോൾ അരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ അരിച്ചെടുക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അരിച്ചെടുത്ത് കൊടുത്താൽ മതിയാവും. അല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടുമ്പോഴേ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.